പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യതലസ്ഥാനത്ത് തിരക്കിട്ട നീക്കങ്ങൾ. വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ പങ്കെടുത്തു. സേനാ മേധാവികളുമായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. അമിത്ഷാ ഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷം വൈകിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേരും. രാജ്യത്തിന് വെല്ലുവിളിച്ച ഭീകരരെ വെറുതെ വിടില്ലെന്ന് ഇന്നലെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി രാവിലെ 8 മണിയോടെയാണ് ഡൽഹിയിലെത്തിയത്. പാക് വ്യോമപാത ഒഴിവാക്കിയായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമാനത്തിന്റെ മടക്കയാത്ര. ഡൽഹിയിൽ ഇറങ്ങിയതിനു പിന്നാലെ ആദ്യത്തെ അടിയന്തര യോഗം വിമാനത്താവളത്തിൽ തന്നെ ചേർന്നു. സൗത്ത് ബ്ലോക്കിൽ പ്രതിരോധ മന്ത്രിയും കരസേനാ മേധാവിയും മറ്റൊരു യോഗവും ചേർന്നു. കശ്മീരിലുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരികെ എത്തിയതിനു ശേഷമാകും സുരക്ഷാ ചുമതലയുള്ള മന്ത്രിസഭാ സമിതിയുടെ നിർണായക യോഗം ചേരുക. ആക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രം പാകിസ്ഥാനിൽ നിന്നെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. എന്ത് തിരിച്ചടിയെന്ന് തീരുമാനിക്കണം, തുടർ ആക്രമണം എങ്ങനെ ചെറുക്കണം, രഹസ്യാന്വേഷണ വിഭാഗത്തിനുണ്ടായ വീഴ്ച എങ്ങനെ പരിഹരിക്കണം തുടങ്ങി നിർണായക ചർച്ചയാണ് വൈകിട്ട് നടക്കുക. പ്രധാന നഗരങ്ങളിലെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഇനിയാർക്കും തോന്നാത്ത വിധമുള്ള കടുത്ത നടപടികൾ പ്രതീക്ഷിക്കുകയാണ് ജനം. തിരിച്ചടിക്കൊപ്പം പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള നിർണായകമായ നീക്കങ്ങളും ഇന്നത്തെ യോഗങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. അപ്പോൾ ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.